സ്വാഗതം. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടുകൂടി വലിയൊരു അട്ടിമറി വിജയമാണ് UDF നേടിയിരിക്കുന്നത്. ഒരു തരത്തിൽ 2010 അവർ നേടിയ വിജയത്തേക്കാൾ വലിയൊരു വിജയമാണ് എന്ന് പറയാം. ഈ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നാണ് അവരുടെ അവകാശവാദം. മറുവശത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലം തങ്ങൾക്ക് പ്രതികൂലമല്ല എന്നും വോട്ടെണ്ണത്തിൽ തങ്ങളാണ് മുന്നിൽ എന്നുമാണ് CPM അവകാശപ്പെടുന്നത്. അതുകൊണ്ട് മൂന്നാം പിണറായി സർക്കാർ എങ്ങനെയും അധികാരത്തിൽ വരുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അവരുള്ളത്. അതേസമയം BJP കേരളം പിടിക്കുമെന്ന അവരുടെ പ്രതീക്ഷ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ മങ്ങിയിട്ടുണ്ട് എന്ന് പറയാം. മാത്രമല്ല, അവരുടെ പ്രതീക്ഷിച്ച സീറ്റുകൾ ലഭിക്കാത്തതിൻ്റെ ഒരു നിരാശയും അവർക്കുണ്ട്. എങ്ങനെയാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്? ഈ വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം സീനിയർ മാധ്യമപ്രവർത്തകനായ ശ്രീ MP പ്രശാന്തും അതുപോലെ തന്നെ സാമൂഹിക നിരീക്ഷകനും എഴുത്തുകാരനുമായ ദാമോദർ പ്രസാദുമുണ്ട്. ഈ ചർച്ചയിലേക്ക് രണ്ടുപേർക്കും സ്വാഗതം. പ്രശാന്ത്, എങ്ങനെയാണ് കാണുന്നത് ഈ തദ്ദേശ ഭരണ ഫലം ഏത് തരത്തിലാണ് നിയമസഭയിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്? ഇന്ന് UDF നേടിയ ഈ വിജയം ആവർത്തിക്കാൻ സാധ്യതകളുണ്ടോ? ഇതുവരെ വന്ന കണക്കനുസരിച്ചിട്ട് ഇത്ര നിയമസഭയിൽ ഇത്ര സീറ്റ് എന്നൊരു കണക്ക് കണ്ടു. ഇത് 80 സീറ്റ് ആണ് കാണുന്നത്. അത് എത്രമാത്രം ആധികാരികമാണോ എനിക്കറിയില്ല. എങ്കിൽ 80 സീറ്റാണ് ഉള്ളതെങ്കിൽ ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുപോലെ നോ റിസ്ക് സോണിലല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതാണ് നോ റിസ്ക് സോണിലേക്ക് പോകണമെങ്കിൽ UDFൻ്റെ അടിത്തറ വികസിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ കൃത്യമാണ്. അതായത് മുസ്ലിം സമുദായത്തിൽ നിന്ന് കിട്ടാനുള്ള മാക്സിമം വോട്ട് മലബാർ മേഖലയിൽ നിന്ന് UDFന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ UDFൻ്റെ അതായത് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും സീറ്റുകൾ വർദ്ധിക്കും. എന്നാൽ അതുകൊണ്ട് മാത്രം വിജയിക്കില്ല എന്ന ഒരു യാഥാർത്ഥ്യബോധം ഇന്നലെ ലീഗ് നേതാക്കന്മാർ പറഞ്ഞതിലുണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞത് UDFൻ്റെ അടിത്തറ വികസിപ്പിക്കണം എന്നുള്ളതാണ്. അടിത്തറ ഇപ്പോൾ തന്നെ ഭദ്രമാണ്, എന്നാലും ഒന്ന് വികസിപ്പിക്കണമെന്ന് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം മലബാറിന് പുറത്ത് ഉള്ള സീറ്റുകളുടെ കാര്യത്തിൽ അവർക്ക് ആശങ്കയുണ്ട് എന്നുള്ളതാണ്. അതായത് മുസ്ലിം കൺസോളിഡേഷന് പുറമേ മറ്റ് സമുദായങ്ങളുടെ കൂടെ ഒരു പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ പറഞ്ഞ ഈ നോ റിസ്ക് സോണിൽ, കാരണം 80 സീറ്റ് എന്ന് പറയുന്നത് 5 സീറ്റ് മാറിക്കഴിഞ്ഞാൽ അത് മാറുന്നതാണ്. അപ്പോൾ ഈ വിജയം തീർച്ചയായും വിജയം തന്നെയാണ്. അത് വെച്ചിട്ട് നമുക്ക് നിയമസഭ UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അത് ഇന്നലെ വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടി തന്നെ ലീഗിൻ്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് UDFൻ്റെ അടിത്തറ വികസിപ്പിക്കുക എന്ന ചർച്ചയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മുസ്ലിം സമുദായത്തിൽ നിന്ന് വേറെ ഏതെങ്കിലും പാർട്ടി വന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വെൽഫെയർ പാർട്ടിയെ UDFൽ എടുത്തതുകൊണ്ടോ ഈ ഒരു സമവാക്യങ്ങൾ മാറില്ല. അത് മാറണമെങ്കിൽ സാമുദായികമായ സമവാക്യങ്ങൾ മാറണം. അതുകൊണ്ടാണ് ജോസ് കെ മാണിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് മറ്റ് മുസ്ലിം സമുദായത്തിന് പുറത്തുള്ള ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ പിന്തുണ കൊണ്ട് മാത്രമേ ഈ ഒരു ഡെഡ് ലോക്ക് എന്ന് പറയാവുന്നത്, അതായത് മലബാറിൽ സീറ്റുകൾ കൂടുക, അതേസമയം തന്നെ അതിനനുസരിച്ചിട്ട് തിരുവിതാംകൂർ ഭാഗത്തോ മധ്യ കേരളത്തിലോ സീറ്റ് കൂടാതിരിക്കുക, അങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ച് പ്രശ്നമാകും. സതീശനൊക്കെ വലിയൊരു ആത്മവിശ്വാസം കാണിക്കുന്നുണ്ട്. 100 സീറ്റ് ഞങ്ങൾ പിടിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം. അതിൻ്റെ ഒരു അടിത്തറ എന്തായിരിക്കും? അല്ല, 100 സീറ്റ് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ കണക്ക്, ഈ 80 സീറ്റുകളുടെ കണക്ക് എന്നുള്ളത് അതിൻ്റെ ആധികാരികത എനിക്കറിയില്ല. പക്ഷേ എല്ലാവരും ചർച്ച ചെയ്യുന്നത് 80 സീറ്റ് എന്ന് വെച്ചിട്ടാണ്. 100 സീറ്റ് അതൊക്കെ ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന ഒരു കണക്കാണല്ലോ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ 100 സീറ്റിലേക്ക് അങ്ങനെയാണെങ്കിൽ UDFൻ്റെ അടിത്തറ വികസിപ്പിക്കേണ്ടതില്ലല്ലോ. 110 സീറ്റ് കിട്ടുകയാണെങ്കിൽ പിന്നെ നോ റിസ്ക് സോൺ അല്ലല്ലോ, ആ ഒരു സേഫ് സോണിലാണല്ലോ. പക്ഷെ അങ്ങനെയല്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് പറയണമെങ്കിൽ, അതായത് തിരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ച് പഠിക്കുന്ന, അനലൈസ് ചെയ്യുന്ന ഒരു മീറ്റിങ്ങിന് ശേഷം ആദ്യം പറയുന്നത്
ഈ UDFിൻ്റെ അടിത്തറ വികസിക്കുകയെക്കുറിച്ചാണ്. അതിൻ്റെ അർത്ഥം അത് കൃത്യമായ സാമുദായിക സമവാക്യങ്ങൾ മാറും എന്നുള്ള ഒരു ഭയം UDFിനുണ്ട് എന്നുള്ളതാണ്. ഈ 80 സീറ്റാണെങ്കിൽ ദാമോദരപ്രസാദ്, ഈ LDF അതിന് നേതൃത്വം കൊടുക്കുന്ന CPM സമീപകാലത്ത് നേരിട്ട വലിയൊരു തിരിച്ചടിയാണ്. 2 തുടർച്ചയായ ഭരണത്തിന് ശേഷം 3ാമത്തെ ഭരണത്തിലേക്ക് കടക്കുമെന്ന് അവർ അവകാശപ്പെടുന്നതിനിടയിലാണ് ഈ തിരിച്ചടികൾ വന്നിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് അവർക്ക് മറികടക്കാൻ കഴിയുമോ? അതല്ലേ നമ്മൾക്ക് ഇപ്പോൾ നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ച കാര്യത്തിൻ്റെ ഒരു തുടർച്ച നിലയിൽ പറയാവുന്നത്, ഈ ഇത് പ്രോ UDF വേവും ഈ തെരഞ്ഞെടുപ്പില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇപ്പോൾ കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പ്രോ UDF വേവ് കേരളത്തിലില്ല. അതിൽ ശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് UDFന് കിട്ടി, അതിൻ്റെ വളരെ ചെറിയൊരു ബെനിഫിറ്റ് തിരുവനന്തപുരത്ത് BJP കിട്ടി. അപ്പോൾ ഈ പ്രോ UDF വേവാണ് നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ച ഒരു കാര്യം, അടിത്തറ വികസിപ്പിക്കാൻ തരത്തിൽ ആ നോ റിസ്ക് സോൺ എന്ന് അല്ല നിൽക്കുന്നത് പറയുന്ന കാര്യത്തിൽ പറയാനുള്ള കാരണം UDF സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു പ്രതീതി ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് വിധി വന്ന ദിവസമൊക്കെ ഉണ്ടെങ്കിലും ഇന്നത്തെ നമ്മൾ നോക്കുമ്പോഴേക്കും കണക്കുകൾ കാണിക്കുന്നതല്ല എന്നുള്ളതാണ്. ഒരു പ്രോ UDF ആയിട്ടുള്ളൊരു ഒന്നുമല്ല അത്. അപ്പോൾ LDFനെ സംബന്ധിച്ചുള്ള ഒരുപാട് പാഠങ്ങൾ അവരെ സംബന്ധിച്ച് LDFനെ സംബന്ധിച്ചുള്ള 3ാമത്തെ വീണ്ടും അധികാരത്തിൽ വരാനുള്ള തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും കാലത്ത് ആസൂത്രിതമായ പ്രവർത്തനം നടന്നിട്ടുള്ളത്. അത് വികസന രംഗത്താണെങ്കിലും അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ രംഗത്താണെങ്കിലും പല കാര്യങ്ങളും ചെയ്യുന്നത്. അതൊന്നും തന്നെ ഫലപ്രദമായില്ല എന്നുള്ളതിന് പ്രധാനപ്പെട്ട കാര്യം തിരിച്ചറിയാൻ LDFന് പ്രാപ്തമാവുന്ന ഒരു കാര്യമാണ്. അവരുടെ കഴിഞ്ഞ വിശകലനത്തിലും അതാണ് പറയുന്നത്. വികസനവും സാമൂഹ്യക്ഷേമ പ്രവർത്തനവും വോട്ടായി മാറിയില്ല എന്നുള്ള പ്രശ്നമാണ് അവർ പറയുന്നത്. വികസനവും സാമൂഹ്യക്ഷേമവും വോട്ടായി മാറിയില്ല. ഇപ്പോൾ 2010 താരതമ്യം പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 2010 പല ആൾക്കാരും സൂചിപ്പിക്കുന്നതായിരുന്നു. 2010 നമ്മൾ ഈ ചരിത്ര സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണല്ലോ. 2010 ചരിത്ര സാഹചര്യം ഉണ്ടെങ്കിൽ ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർക്കുന്നുണ്ടാവാം. അന്ന് എന്താ പറയുക, 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF ക്ഷീണം നേരിട്ടിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം VS അച്യുതാനന്ദൻ ക്യാമ്പയിൻ ഉണ്ടായിരുന്നില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്തും നിങ്ങൾ ആ കാലം ഓർക്കുകയാണെങ്കിൽ വിഭാഗീയതയുടെയൊക്കെ കാലഘട്ടമാണ്. എന്നാൽ ഈ ബാലകൃഷ്ണപിള്ളയെ ബന്ധപ്പെട്ട് വിധി വരുന്നത് എല്ലാവരും ഓർക്കുന്നുണ്ടാവും ഇതിന് ശേഷമാണ്. ഇതൊരു പുതിയൊരു ഊർജ്ജം VSന് നൽകുകയും 2011 നിയമസഭാ ക്യാമ്പയിൻ നിങ്ങൾക്ക് എല്ലാവരും ഓർക്കുന്നുണ്ടാവാം. VS ഒരു കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ ക്യാമ്പയിൻ ചെയ്തത് നമ്മൾ പല ആൾക്കാർ നേരിട്ട് ആ ക്യാമ്പയിൻ കണ്ടിട്ടുള്ളതാണ് പല സ്ഥലങ്ങളിലും. ആ സമയത്ത് ക്ഷേമ പെൻഷന് എന്ത് ചെയ്തു? ആ സമയത്താണ് വളരെ ആ ഗവൺമെൻറ് മെച്ചപ്പെട്ട പ്രവർത്തനത്തെ ഗവൺമെൻറ് കാര്യം ഒരുപക്ഷെ അന്നത്തെ ധനകാര്യമന്ത്രിയുടെയൊക്കെ പല പ്രവർത്തനങ്ങളും വളരെ കാര്യക്ഷമമായിരുന്നു എന്നുള്ളത് നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ അതിന് ഈ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ VS നടത്തുന്നതോടുകൂടി അത് ഈ ക്ഷേമ പെൻഷൻ അതിലേക്ക് അനുഗുണമായി മാറി. ആ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ്റെ റിസൾട്ടാണ് അന്ന് ഒരു ക്ലോസ് ഫിനിഷിലേക്ക് കൊണ്ടെത്താൻ സാധിച്ചത്. നമുക്കറിയാം അതിൻ്റെ അകത്ത് അത് ജയിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു എന്നുള്ള കുറിച്ചുള്ള ചർച്ചകളും വിവാദങ്ങളൊക്കെ വേറെ സ്ഥലത്ത് അതിലേക്ക് കുഞ്ഞാലിക്കുട്ടിക്കെതിരായ കേസുകൾ വന്നു. പിന്നെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കേസ് വന്നിരുന്നു. പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഒറ്റയടിക്ക് VS ഏറ്റെടുക്കുകയും കേരളത്തിൽ അത് വലിയ അതിൻ്റെ കൂടെയാണ് ക്ഷേമ പെൻഷൻ വരുന്നത്. അപ്പോൾ LDFിൻ്റെ കോൺസ്റ്റിറ്റ്യുൻസി എപ്പോഴും നമ്മൾ നോക്കി കാണാൻ സാധിക്കും. പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ ഇല്ലാതെ LDF കോൺസ്റ്റിറ്റ്യുൻസി ഒരു കാരണവശാലും ക്ഷേമ പെൻഷൻ കൊടുത്തു വരില്ല. കാരണം കേരളത്തിലെ LDF കോൺസ്റ്റിറ്റ്യുൻസിയിൽ പ്രത്യേകിച്ചുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ അതിനെ നമ്മൾ ഏതിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊരുള്ളത് സാധാരണക്കാർ, മിഡിൽ ക്ലാസ് ആയിട്ടുള്ള വിഭാഗത്തിന് ഡോമിനൻസ് ഉള്ളൊരു വിഭാഗമാണ്. അവകാശബോധമുള്ളൊരു ജനതയാണത്. അത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളം ഉദാഹരണം ഉണ്ടാക്കിയ ഒരു ചരിത്രം അങ്ങനെയാണ്. അവകാശബോധം ക്ഷേമ പെൻഷൻ എന്ന് കൊടുത്തു നിങ്ങൾ ഈ പറഞ്ഞ ഈ മനോഭാവം വെച്ച് പോയി കഴിഞ്ഞാൽ അത് തിരിച്ചടിയാവുന്ന സാധ്യത. അപ്പോൾ ക്ഷേമ പെൻഷൻ കാലങ്ങളായിട്ട് നമ്മൾ കേരളത്തിൽ ക്ഷേമ പെൻഷൻ ചരിത്രം തന്നെ ഒരു അവകാശത്തിന് രാഷ്ട്രീയമായിട്ട് അവതരിപ്പിക്കുന്ന സാധനമാണ്. അവകാശ രാഷ്ട്രീയമല്ല, ഔദാര്യമായിട്ടല്ല. അത് ചരിത്രം അങ്ങനെയാണ്. കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ചരിത്രവും കേരള രാഷ്ട്രീയ ചരിത്രം അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഭാഗമാണത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സമയം എടുത്താൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഇല്ല. ഇതിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലത്ത് LDFിൻ്റെ നെഗറ്റീവ് പരാജയപ്പെടാനുള്ള കാരണം നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ, അതായത് ഈ ക്ഷേമ പെൻഷനെ കുറിച്ച് ആവർത്തി പറയുമ്പോഴും ഒരു ഔദാര്യം എന്ന കണക്കാണ് അതിൻ്റെ പ്രസ്താവനകൾ പലപ്പോഴും വരുന്നത്. അത് തിരിച്ചടിയാവും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സംബന്ധിച്ചോളം ഈ ക്ഷേമ പെൻഷനൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന വികസന സ്വാദ് എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും വികസനത്തിൻ്റെ സ്വാദ് എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ ഈ വലിയ വിഭാഗം സാധാരണക്കാരെ സമയം വികസന സ്വാദ് എന്നൊക്കെ ആ നിലയ്ക്ക് നേരിട്ട് അനുഭവിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ആരോഗ്യമേഖല വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണാതിരിക്കേണ്ട. വികസനത്തിൻ്റെ സ്വാദ് എന്ന് പറയുന്ന സമയത്ത് ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിൽ ചില സൗകര്യങ്ങൾ ലഭിച്ചു എന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും അതേപോലെ അനുഭവസ്ഥരാവണമെന്നില്ല. അപ്പോൾ അതിൻ്റെ അകത്തും ഒരു വിമർശനാത്മകമായൊരു നോട്ടം ആവശ്യമായിട്ട് വരും. പിന്നെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ ശബരിമല ഒരു സെക്യുലർ വിഷയം എൻ്റെ അഭിപ്രായത്തിൽ അത് ശബരിമല ആചാര പ്രശ്നമല്ല. അത് ഏതൊക്കെയോ തരത്തിലുള്ള ഒരു വിഷയം ഈ തെരഞ്ഞെടുപ്പ് ഡോമിനൻ്റ് വിഷയമാണെന്ന് ചോദിച്ചാൽ അല്ലായിരുന്നു. പക്ഷേ ആ വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ആൾക്കാർക്ക് പലപ്പോഴും ഒരു നെഗറ്റീവായി നിഷേധാത്മകമായി ഗവൺമെൻറ്റിനോട് നിഷേധാത്മകമായി ചിന്തിക്കാൻ പ്രേരണ നൽകും. അതിന് മുഖ്യ കാരണം പക്ഷേ പ്രേരണ കാര്യം അഴിമതിയും സ്വജനപക്ഷപാതവും ഈ ഗവൺമെൻറ്റിനോട് ആരോപിക്കുമ്പോൾ അതിന് തെളിവായിട്ട് ഇത് വരികയാണ്.
എന്നിട്ട് അവർക്ക് നടപടി എടുക്കുന്നില്ല. അപ്പോൾ ഈ ഫാക്ടേഴ്സിനെ കൂടെ ക്യുമുലേറ്റ് ചെയ്യുന്ന സമയത്താണ് പക്ഷേ ഇതിന്ന് തിരുത്താനായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം തിരുത്താൻ സുനിൽ എന്താ വെച്ചാൽ വളരെ കുറച്ച് സമയം സത്യത്തിൽ ഈ ഗവൺമെൻറ്റിനുള്ളൂ. അത് കഴിയുമെന്നുള്ള തിരുത്താൻ കഴിയുമോ വളരെ കുറച്ച് സമയമുള്ളൂ. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വാർഡുകളിലൊക്കെ ഉണ്ടായ വലിയ തിരിച്ചടികളുണ്ട്. അതെന്ന് പറഞ്ഞാൽ ജനങ്ങളുമായിട്ടുള്ള ബന്ധം കുറഞ്ഞിരിക്കുന്നതാണ് പാർട്ടിക്ക്. അതാണല്ലോ ഇതിപ്പോൾ നമുക്ക് കാലങ്ങളായിട്ട് അറിയുന്ന കാര്യം. ഇവിടെ എല്ലാവർക്കും ഒരുപക്ഷെ പ്രശാന്തനൊക്കെ ശരിക്കും ടെസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ CPM താഴത്തുള്ള പ്രവർത്തകർ കൂടുന്ന പലപ്പോഴും കണക്കുകൾക്ക് ഒരു കൃത്യത ഉണ്ടാവാറുണ്ട്. അതില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാര്യം അതിന് കഴിഞ്ഞ പാർട്ടി സമ്മേളനം വ്യക്തമായി. കാര്യം ഈ താഴത്തുള്ള പ്രവർത്തകരൊക്കെ തന്നെ വലിയ സമ്പന്നരാവുകയും അവിടുത്തെ സാമൂഹ്യ ജീവിതത്തിനും ജനബന്ധങ്ങളൊക്കെ ആയിട്ട് അകന്നു പോവുകയും ചെയ്യുന്നത് പാർട്ടി തന്നെ രേഖപ്പെടുത്തി തരാം. അപ്പോൾ ഈ വിലയിരുത്തൽ പലപ്പോഴും പാളുകയാണ്. കാര്യം ഇതായി ബന്ധപ്പെട്ട കണക്കുകൾ കൃത്യമായിട്ട് വരാതിരിക്കുക, അത് മുഴുവൻ പാടുന്ന അവസ്ഥയും കൊണ്ടുണ്ട്. അതുകൊണ്ട് ഈ കപട ആത്മവിശ്വാസം നേതൃത്വത്തിന് കൊടുക്കുക. ഇതിപ്പോൾ KC രാജഗോപാലൻ പറയുന്നൊരു കാര്യം നമ്മൾ അതിൻ്റെ അകത്ത് വായിച്ചാൽ പറയാൻ കാര്യം ഈ നേതൃത്വത്തെ സംതൃപ്തിപ്പെടുത്താനുള്ള കണക്കുകൾ നൽകി സംതൃപ്തിപ്പെടുത്തുക. കാര്യം അതൊരു ശീലം CPM അകത്ത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വന്നിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് എപ്പോഴും ക്രിട്ടിക്കലാവുന്ന ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മളെപ്പോഴും മനസ്സിലാക്കുന്ന പോലെ CPM ഘടകങ്ങൾക്കകത്ത് വളരെ ക്രിട്ടിക്കലായിട്ട് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അത് പരിപൂർണമായി നേതൃത്വം എങ്ങനെയും സന്തോഷിപ്പിക്കുക, ആ സന്തോഷത്തിന് ഈ ബെനിഫിറ്റ് കിട്ടുക നടത്തിൽ ഒരുതരം സ്വയം തന്നെ ഗുണഭോക്തൃ വിഭാഗമായി മാറുന്ന അവസ്ഥ പാർട്ടി കേഡേഴ്സ് ഉണ്ടായി. അതിൻ്റെ തിക്താനുഭവം അവനെ നേരിടും. കാര്യം വസ്തുതകളില്ലാതായി മാറും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന സമയത്ത് CPM പ്രതിസന്ധിയിൽ തന്നെയാണ്. ഈ റിസൾട്ട് എങ്ങനെ വരും നമ്മൾ ഇങ്ങനെ ഒരു അനുമാനത്തിൽ എത്താൻ പറ്റും. പക്ഷേ ഈ തിരിച്ചടി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ചായിരുന്നു, നേരിട്ട് പ്ലോട്ട് ചെയ്യുമ്പോഴാണ് 80 സീറ്റ് വരുന്നത്. ലോക്സഭയിൽ പോവുകയാണെങ്കിൽ ലോക്സഭ പൊളിറ്റിക്കൽ വോട്ടാണ്, 110 സീറ്റിലാണ് തോറ്റിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി മെർജ് ചെയ്താൽ എങ്ങനെ വരും എന്ന് പറയില്ല. അപ്പോൾ UDF വേവില്ലെങ്കിൽ UDFന് ഒരു ആശ്വാസം കൊള്ളാവുന്ന കാര്യമുണ്ട്. കാര്യം ഒരു തീർത്ത അവശ നിലയിൽ നിന്നാണ് ഒരു മേൽഗതിയിലേക്ക് എത്തുന്നത്. കാര്യം UDF വളരെ കാര്യം UDF പാർലമെൻറ്റ് നന്നായി പെർഫോം ചെയ്യില്ലെങ്കിലും ഒരു ആത്മവിശ്വാസക്കുറവ് UDFനുണ്ടായിരുന്നു. ആ ആത്മവിശ്വാസക്കുറവിൻ്റെ സാധനം ബ്രേക്ക് ചെയ്യാനും അവർക്ക് കഴിഞ്ഞ നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും ഇതുകൂടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ആത്മവിശ്വാസത്തോടുകൂടി തെരഞ്ഞെടുപ്പ് നേരിടുന്ന സമയത്ത് UDFന് ചില മേൽക്കൈ അല്ലാതെ തന്നെ. കാര്യം UDFൻ്റെ പല ഘടകകക്ഷികളും ഇപ്പോൾ അവർക്ക് ആ വിശ്വാസം വന്നു ഒരുമിച്ച് നിൽക്കാനും. അപ്പോൾ UDFന് പ്രവർത്തകർക്ക് ആവശ്യം വന്നു. അപ്പോൾ ആ നിലയിൽ അതിൻ്റെ ഒരു വ്യാപനം കേരളത്തിനകത്ത് കാണും. പിന്നെ നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ച കാര്യത്തോടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പറയുന്ന സമയത്ത് ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇതൊക്കെ പറയുന്ന സമയത്ത് ശരിയാണ്, വലിയ ക്രിസ്ത്യൻ വോട്ട് കൊണ്ടുവരും എന്നുള്ളതൊക്കെ വസ്തുതയാണെങ്കിലും അത് ദുർബലപ്പെട്ടിരിക്കുന്നു. പഴയ KM മാണിയുടെ മാണി കോൺഗ്രസ് അല്ല, അതും ദുർബലപ്പെട്ടിട്ടുണ്ട്. ആ ദുർബലപ്പെടുന്ന അനുസരിച്ചിട്ട് ഒരുപക്ഷെ UDFൽ വന്നുകൊണ്ട് എന്ത് ബെനിഫിറ്റ് കിട്ടും. കാര്യം അല്ലാതെ തന്നെയുള്ള സംവിധാനങ്ങൾ ഒരുപക്ഷെ ആ വോട്ട് ഇപ്പോൾ കാർഷിക മേഖലയെ ബന്ധപ്പെട്ട കേരള കോൺഗ്രസിൻ്റെ ഒരു മേഖല വോട്ടുണ്ടല്ലോ, അതൊക്കെ മറ്റു രീതിയിൽ അവർക്ക് സമാഹരിക്കാനുള്ള സംവിധാനമായിരിക്കും കൂടുതൽ ഫലപ്രദമായിരിക്കുക. അതായിരിക്കും ശ്രമിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രശാന്ത്, ഈ നേരത്തെ ദാമോദർ പ്രസാദ് പറഞ്ഞതിൻ്റെ തുടർച്ചയായി എങ്ങനെയാണ് ഈ പാർട്ടി മെഷീനറി ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്, ഇതിനെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് LDFന് അടുത്ത തിരഞ്ഞെടുപ്പിൽ മൂന്നാം പിണറായി സർക്കാർ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാക്കി മാറ്റാൻ എങ്ങനെ കഴിയുമെന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ദാമോദർ പ്രസാദ് പറഞ്ഞ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ അതൊന്നും പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല. മൂന്നാമത് എങ്ങനെ അധികാരത്തിൽ വരും എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഒരു കാര്യം തീർച്ചയാണ്, മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായും അകന്നു കഴിഞ്ഞു. അപ്പോൾ അതിന് പരിഹാരം എന്ത്? മുസ്ലിം വോട്ടുകൾ വിൻബാക്ക് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയും ഞാൻ കാണുന്നില്ല. അങ്ങനെ ശ്രമിക്കുമെന്നും തോന്നുന്നില്ല. ഇനിയിപ്പോൾ അത് തിരിച്ചടിയായി മാറുകയാണ്. അത് പൂർണ്ണമായിട്ടും അകന്നു പോയി എന്ന് പാർട്ടിക്ക് മനസ്സിലായി കഴിഞ്ഞു. പിന്നെ ഏത് വോട്ട് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നേരത്തെ ഇതേ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ റെലവൻ്റായ കാര്യമാണ്. പക്ഷേ പാർട്ടിക്ക് മുന്നിലുള്ള ഇമ്മീഡിയറ്റ് അജണ്ട എന്നുള്ളത് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരിക എന്ന് തന്നെയാണ്. അപ്പോൾ അതിനെന്ത് പ്രാക്ടിക്കലായിട്ടുള്ള എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ ഭയപ്പെടുന്നത് കൂടുതൽ വർഗീയമാകും എന്നുള്ളത്. നമ്മുടെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് വളരെ വർഗീയമാകും. നേരത്തെ പറഞ്ഞ പോലെ ക്ഷേമ പെൻഷനുകൾ, വികസനം, ഇതൊന്നും ചർച്ചയാവാതെ പോകുന്നത് ഇതിൻ്റെയൊക്കെ മുകളിൽ ഓവർ ആർച്ചിങ് ആയിട്ട് ഈ വർഗീയത നിൽക്കുന്നു എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന അനാലിസിസ് ഒക്കെ വർഗീയമായിട്ടുള്ള അനാലിസിസ്, ഏതൊക്കെ സമുദായങ്ങൾ എങ്ങോട്ട് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ CPMന് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എങ്ങനെയാണ് ഈ ഒരു ഡെമോഗ്രാഫിക് ആയിട്ടുള്ള, അതായത് ജനസംഖ്യാപരമായിട്ടുള്ള വിഭജനങ്ങൾ വളരെ കൃത്യമാണത്. ഈ മലബാറിലേക്ക് ഇപ്പോഴുള്ള സീറ്റുകൾ നഷ്ടപ്പെടും, കോൺഗ്രസിന് സീറ്റുകൾ കൂടുകയും ചെയ്യും, ലീഗിന് കണ്ണൂരിലുൾപ്പെടെ അത് നഷ്ടപ്പെടും. അപ്പം എങ്ങനെയാണ് അതിൻ്റെ എറിത്തമെറ്റിക് വർക്ക് ചെയ്യാൻ പറ്റുക?
അപ്പോഴാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശേഷം വന്ന പല റിമാർക്കുകൾ, പരാമർശങ്ങൾ പാർട്ടി നേതൃത്വത്തിൽ നിന്നല്ല, പാർട്ടിയുടെ സോഷ്യൽ മീഡിയയിൽ നിന്നും മറ്റേ ചെറിയ ലോക്കൽ ലെവലിലുള്ള നേതാക്കന്മാരിൽ നിന്നൊക്കെ വരുന്ന വളരെ അപകടകരമായ വർഗീയ പരാമർശങ്ങളുണ്ടാകും. ഇപ്പം ഇവിടെ വയനാട്ടിൽ നിന്ന് ഒരു മുദ്രാവാക്യം കേട്ടിട്ടുണ്ട്. അത് എന്താണെന്ന് ഇപ്പം പറയാൻ പറ്റില്ല. അപ്പം അത് ഒരു CPM നേതാവിൻ്റെ അടുക്കിൽ നിന്ന് ഒരു CPM പ്രവർത്തകൻ ഒരിക്കലും പറയാത്തൊരു മുദ്രാവാക്യമായി അത് വരുന്നുണ്ട്. അതിനെ പാർട്ടി എങ്ങനെ പണ്ടൊക്കെ ആണെങ്കിൽ അത് ആ നിമിഷം തന്നെ തള്ളിക്കളയുകയും നടപടിയെടുക്കുകയും ചെയ്യുന്നതാണ്. ഇതായിരിക്കും ഇനി ഒരുപക്ഷെ നിലനിൽപ്പിൻ്റെ പ്രശ്നം, അല്ല സർവൈവൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കൂടുതൽ CPM കേഡേഴ്സും BJP കേഡേഴ്സും തമ്മിലുള്ള അന്തരം ഇല്ലാതാവുകയും അത് അധികാരത്തിൽ വരിക. അപ്പോൾ CPMനെയും BJPയുടെയും മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മുസ്ലിം ലീഗ്, ജമാഅത്ത് കൂട്ടുകെട്ട് അധികാരത്തിൽ വരുന്നു എന്നൊരു ഭീഷണി ഉണ്ടാക്കുകയും അതിൽ നിന്നുണ്ടാകുന്ന വോട്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വില പോയില്ല. ഈ തെരഞ്ഞെടുപ്പ് പോയില്ല, അത് ശരിയാണ്. പക്ഷെ അത് പല രീതിയിൽ വരും. അപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് എന്നോട് ചോദിച്ചത് തിരുവനന്തപുരത്ത് കാവി വൽക്കരിക്കുന്നു, കാവിയായി, അത് ഭയങ്കര വർഗീയതയാണ്. മലപ്പുറം പച്ചയായത് നിങ്ങൾ എന്തുകൊണ്ട് വർഗീയതയായി കാണുന്നില്ല? വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നമ്മൾ വലിയ പ്രത്യയശാസ്ത്ര വിശകലനങ്ങൾക്കൊന്നും പോകാതെ തന്നെ ഈ ഒരു ചോദ്യം പെട്ടെന്ന് ശരിയാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഇത് ചോദിക്കുന്നത് CPM സിമ്പതൈസേഴ്സാണ്, പാർട്ടി സിമ്പതൈസേഴ്സാണ്. അപ്പോൾ ഇത് ചോദിക്കുന്നത് RSSകാരല്ല. അപ്പോൾ ഈ ഒരു ചിന്തയിലേക്ക് പതുക്കെ വരികയും CPMൻ്റെയും BJPയുടെയും ലക്ഷ്യം ഏതാണ്ട് ഒന്നാവുകയും ചെയ്യുകയാണെങ്കിൽ അത് മാത്രമാണ് CPMന് മുന്നിലുള്ള ഒരേ ഒരു വഴി. കാരണം മറ്റു രീതിയിലുള്ള കറക്ഷൻസ്, ദാമോദർ പ്രസാദ് പറഞ്ഞ പോലുള്ള പാർട്ടി സംവിധാനങ്ങളിലുള്ള കറക്ഷൻസ്, പ്രയോറിറ്റികൾ നിർണ്ണയിക്കുന്ന കാര്യങ്ങൾ, അതൊന്നും ഇമ്മീഡിയറ്റായിട്ട് നടക്കില്ല. സമയമേ ഉള്ളൂ. പക്ഷേ അതിന് കെൽപ്പുള്ള ഒരു നേതൃത്വം അല്ല ഉള്ളത്. അത് പ്രയോറിറ്റി പോലുമല്ല. അതവർ നമ്മൾ പറയുന്നതല്ലാതെ ഇത് പാർട്ടി ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് സീറ്റ് കൂടുക എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തിലേക്ക് മറ്റെല്ലാ വിഷയങ്ങളും രണ്ടാമതായി പോകുന്ന രീതിയിൽ വർഗീയത വരികയും ഒരു കമ്മ്യൂണൽ പോളറൈസേഷനിലൂടെ വിജയിക്കുക എന്ന നോർത്ത് ഇന്ത്യയിലൊക്കെ സംഘപരിവാർ ശ്രമിക്കുന്ന ആ ഒരു ഇതിലേക്ക് നിർഭാഗ്യവശാൽ CPM പോവുകയും ജയിക്കണമെങ്കിൽ മറ്റ് വഴികളില്ലാത്തൊരവസ്ഥയിലേക്ക് വരികയും ചെയ്യും. ഇവിടെ ഈ CPM ഇത്തരം ഒരു അജണ്ട ഏറ്റെടുക്കുമ്പോൾ വേറൊരു സംഗതി സംഭവിക്കുന്നുണ്ട്. അതായത് ഈ അജണ്ടയുമായി കേരളത്തെ പോളറൈസ് ചെയ്തുകൊണ്ട് കേരളത്തിൽ കടന്നു കയറാമെന്ന് വിചാരിക്കുന്ന BJPയുടെ സാധ്യതകൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്തു. 50 കേവല ഭൂരിപക്ഷത്തിലെത്തിയില്ല എങ്കിൽ പോലും 50 സീറ്റുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞു. പക്ഷേ അവർ ഭരിച്ചിരുന്ന പല സീറ്റുകളും പല മുനിസിപ്പാലിറ്റികളും അവർക്ക് നഷ്ടപ്പെട്ടു. പുതുതായി 2 സ്ഥലങ്ങളിൽ പ്രധാന കക്ഷിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ CPM ഈ അജണ്ട ഏറ്റെടുക്കുമ്പോൾ BJP എന്ന പാർട്ടിയുടെ പ്രതീക്ഷകൾക്കാണ് ഇവർ കത്തിവയ്ക്കുന്നത് യഥാർത്ഥത്തിൽ. അതെങ്ങനെയാണ് BJP അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം വളരെ ശക്തമായി കുറേ കാലമായി അവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ നിന്ന് രാഷ്ട്രീയമായി കുറേ നേട്ടങ്ങളും ഉണ്ടാക്കി. പക്ഷേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എത്തിയപ്പോൾ അത് കാര്യമായ ഫലം കണ്ടുവോ? അല്ല, നമ്മളിതിൽ ആലോചിക്കേണ്ട കാര്യം, പ്രശാന്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ്, കാര്യം വർഗീയവൽക്കരണം. അപ്പോൾ RS എന്നൊരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് പവർ ക്യാപ്ചറേക്കാൾ ഉപരിയായിട്ട് സൊസൈറ്റിയെ എങ്ങനെ വർഗീയവൽക്കരിക്കുക, അതിനകത്ത് പടിപടിയായിട്ട് ഉയർത്താനാണ്. അപ്പോൾ CPMൻ്റെ ക്യാമ്പയിൻ എന്താ പറയുക, ഇൻ ടേൺ ആരെ ബെനിഫിറ്റ് ചെയ്യുന്നത്? BJPയും RSSൻ്റെ ബെനിഫിറ്റ്. പക്ഷേ അത് പൊളിറ്റിക്കൽ പവറിനെ ക്യാപ്ചർ ചെയ്യുന്ന കാര്യത്തിൽ അവർ വളരെ സംയമനത്തോടെ പ്രവർത്തിക്കുന്ന ആൾക്കാരെല്ലാം അവർക്കറിയാം. ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് ടാസ്ക് ആയിട്ട് അവർ കാണണം, ഇമ്മീഡിയറ്റ് അവർക്ക് കുറച്ച് സീറ്റ് കിട്ടില്ല എന്നുള്ളതായിരിക്കും. പക്ഷേ ഇതിന് വിരുദ്ധമായി നമുക്ക് ആലോചിക്കാവുന്നൊരു കാര്യം, ഈ പൊളിറ്റിക്കൽ പോളറൈസേഷനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ എന്ന ഒരു സ്ഥലം എടുക്കുക. തൃശ്ശൂർ BJP ജയിച്ച സ്ഥലമാണ്. സുരേഷ് ഗോപി ജയിച്ച സ്ഥലമാണ്. BJPക്കും സംഘടനയ്ക്കും BJPക്കും RSS സംഘപരിവാറിനൊക്കെ അത്യാവശ്യം നല്ല തിരുവനന്തപുരമായ സ്വാധീന സ്ഥലമാണ്. ഞാൻ കണ്ടതാണ്. വീട് വിടാൻ നേരം ഇലക്ഷൻ വളരെ മുമ്പ് തന്നെ, പഞ്ചായത്ത് ഇലക്ഷൻ വളരെ മുമ്പ് തന്നെ വീട് വിടാൻ നേരം കയറി പ്രവർത്തിച്ചു ഈ സ്ഥലങ്ങളിൽ. പക്ഷേ അവിടെ വലിയ തിരിച്ചടി കിട്ടി. BJPക്ക് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ദയനീയമാണ് BJP പെർഫോമൻസ്. ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല, മാത്രം പിന്നോട്ടടിച്ചു. അപ്പോൾ ആരോടെ വോട്ട് ചെയ്തത്? BJP 2 വോട്ടാണ്, 2 ആൾക്കാരെയാണോ ക്യാപ്ചർ ചെയ്തത്. കാര്യം താരതമ്യേന നമ്മൾ ജനസംഖ്യ അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ മുസ്ലിം ജനവിഭാഗം ഈ തൃശ്ശൂർ കോർപ്പറേഷൻ പ്രദേശത്ത് താരതമ്യേന വളരെ കുറവാണ്. പക്ഷേ ക്രിസ്ത്യൻ
നായർ ഇഴവ പോപ്പുലേഷനൊക്കെ വലിയ നമ്മൾ ഇത്തരം ഇങ്ങനെ ഒരു വിശദാംശങ്ങളിലേക്ക് പോകുന്നതിൽ തന്നെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് എന്നാലും ഡെമോഗ്രാഫിക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കാണാൻ പറ്റും. അപ്പോൾ ഈ വിഭാഗങ്ങളിലേക്കെല്ലാം ഇൻറൂട്ട്സ് ഉണ്ടാക്കാൻ പല ശ്രമം നടത്തിയിട്ടും തൃശ്ശൂർ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. തൃശ്ശൂർ ഇഞ്ച് മുന്നോട്ട് പോയ വർഷം UDF അവിടെ അസേർട്ട് ചെയ്തു, കോൺഗ്രസ് അവിടെ അസേർട്ട് ചെയ്തു വളരെ കൃത്യമായിട്ട്. ഈ ഹിന്ദു വോട്ടുകൾ പിടിച്ചെടുക്കാൻ വേണ്ടി BJP നടത്തിയ ശ്രമം, ഇപ്പോൾ അയ്യപ്പ സംഗമം അങ്ങനെ തുടങ്ങിയ ചില ശ്രമം, അതായത് ഒരു ജമാഅത്തെ ഇസ്ലാമിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിൻ, ഇതൊക്കെ യഥാർത്ഥത്തിൽ നേട്ടമുണ്ടാക്കിയത് UDF ആണോ? അല്ല, ജമാഅത്തെ ഇസ്ലാമി ബന്ധപ്പെട്ട ക്യാമ്പയിൻ എന്ന് പറയും. ജമാഅത്തെ ഇസ്ലാമി അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് അവസാനം ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും MP ഗോവിന്ദ മാഷും ആവർത്തിച്ച് നടത്തിയ ക്യാമ്പയിനുകളൊന്നാണ് ജമാഅത്തെ SDPI ബന്ധം UDF നിർണ്ണയിക്കും ലീഗ് നിർണ്ണയിക്കും തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ തിരിച്ചടി തീർച്ചയായിട്ടും മലബാറിലുണ്ടായി. മുസ്ലിം വോട്ട് N ബ്ലോക്ക് UDFന് വന്നു. ഇനി മറ്റ് സ്ഥലങ്ങളത് ചെയ്തു തരും. പക്ഷേ മറ്റ് സ്ഥലങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് BJPയിലേക്ക് ചായാം. ഇത് CPIയിലേക്ക് പോകണമെന്നില്ല. മറിച്ച് ഇവിടെയാണ് ഈ ആൻറ്റി ഇൻകമ്പൻസി എന്ന സാധനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ നിങ്ങൾക്കറിയാം 13ഓളം LDFന് സീറ്റുള്ള സ്ഥലത്താണ്. അപ്പോൾ ആൻറ്റി ഇൻകമ്പൻസി പ്രവർത്തിക്കുന്ന സമയത്ത് അങ്ങനെ ഫാക്ടർ അതിൻ്റെ അകത്തുണ്ട്. ആ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്ന സമയത്ത് ഈ ക്രിസ്ത്യൻ വോട്ടും ഹിന്ദു വോട്ടൊക്കെയാണ് നോക്കുന്നത്. അത് അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നില്ല. അത് UDFന് അത് ബെറ്റർ ഓൾട്ടർനേറ്റീവിലേക്ക് ഇമ്മീഡിയറ്റ് റിസൾട്ടിലേക്ക് UDFിലേക്ക് പോകും. അതിന് കാരണം എന്താ അറിയും? അവിടെ ഞാൻ പറഞ്ഞത് BJPയുടെ പെർഫോമൻസ് താരതമ്യം വളരെ ദുർബലമായി പോയി തൃശ്ശൂർ. അതിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ തൃശ്ശൂരത്തിന് ഇപ്പോൾ LDFന് ഇപ്പോൾ LDF അവിടെ ഡോമിനേറ്റ് ചെയ്യാണ്. അത് ഒറ്റയടിക്ക് എന്താ പറയുക വൈപ്പ് ഔട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത്ര സീറ്റ് പോകണം. അപ്പോൾ ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സും അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യും ഇതിൻ്റെ അകത്ത്. പിന്നെ ഇമ്മീഡിയറ്റ് ഓൾട്ടർനേറ്റീവിലേക്ക് ഇപ്പോഴും പ്രിഫറൻസ് പറഞ്ഞാൽ UDFിലേക്ക് തന്നെ ആൾക്കാർ പോകാൻ ഇമ്മീഡിയറ്റ് ഒരു ഓൾട്ടർനേറ്റീവിലേക്ക്. ഭരണവിരുദ്ധ വികാരം ആദ്യം ബെനിഫിറ്റ് ചെയ്യും UDFിനെ. കാര്യം ഇമ്മീഡിയറ്റ് ഓൾട്ടർനേറ്റീവാണ് ആൾക്കാർ നോക്കുക. ഭരണം ഭരിക്കാൻ സാധ്യതയുള്ള. അപ്പോൾ നോക്കുക. അപ്പോൾ ലോങ് ടൈമിൽ BJPക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന തരത്തിൽ അവിടെയാണ് പ്രശാന്ത് സൂചിപ്പിക്കുന്ന ആ ഒരു ക്രിട്ടിക്കൽ ഫാക്ടർ. CPM നടത്തുന്ന ഈ പ്രവർത്തനങ്ങളുടെ ഗുണഫലം ആത്യന്തികമായിട്ട് ആർക്ക് വരും? BJPക്ക് വരും. അത് ദീർഘകാല പ്രോസസ്സാണ്. BJP സംഘ് പരിവാർ പ്രത്യേകിച്ച് RS പോലെ സംഘടന കാത്തിരിക്കാനും അതിനോട് പ്രവർത്തിക്കാൻ തയ്യാറാണ്. CPM ഇമ്മീഡിയറ്റ് പൊളിറ്റിക്കൽ പവർ വരിക എന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആവശ്യമുള്ള കാര്യമല്ല. അവരതിലേക്ക് വേണ്ടി എല്ലാ ശ്രമം നടത്തും. അതിന് ഗുണകരമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഞാനൊരു പോസിറ്റീവ് സെൻസിലാണ് പറയാൻ ശ്രമിച്ചത്. ഇപ്പോൾ കേരളത്തിൽ എന്തായാലും നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ ഒരു ഷെയർ തരും. CPM പോലും പാർട്ടി ഒരു കേരളീയ സ്വഭാവമുള്ള പാർട്ടിയാണ്. സാർവദേശീയ സ്വഭാവം പറയുമ്പോഴും അതിന് കേരളീയമായ സ്വഭാവമുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കേരളത്തിനകത്ത് പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. അത് നിലനിൽക്കേണ്ട ആവശ്യമാണെന്ന് നമുക്ക് പല ആൾക്കാരും നമ്മളെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിത് നേരെ സൂചിപ്പിച്ചു. ഈ കഴിഞ്ഞ ഞാൻ 2010 കാര്യം പറയാനും ഇവർക്ക് ഇപ്പോഴും ഈ 3 മാസം ഉള്ളെങ്കിൽ കൂടിയും ഈ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ, ഈ സ്ലോഗൻസിനും എന്തുകൊണ്ട് ഈ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഇതിലേക്ക് പോയിക്കൂടാ? അന്ന് 2010 പവറിലിരിക്കായിരുന്നല്ലോ. എന്താണ് ഇത്ര ഈ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് ക്ഷേമ പെൻഷൻ മാത്രമല്ല, ഈ രാഷ്ട്രീയം പറയാൻ തന്നെയാണ്. ഇപ്പോൾ SIRൻ്റെ വിഷയമുണ്ട്. SIRൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഒട്ടനവധി ഇപ്പോൾ 25ഓളം ലക്ഷം വോട്ടർമാരെ കേരളത്തിൽ അപ്രത്യക്ഷമായിട്ടില്ലെന്ന് പറയുന്നത്. ഈ പൊളിറ്റിക്കൽ മൊബിലൈസേഷനൊക്കെ അതെന്ന് പറഞ്ഞാൽ ഹർത്താൽ നടത്തിയോ കലക്ടറേറ്റ് പിക്കറ്റ് ചെയ്യല്ല. പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ക്യാമ്പയിൻ, പൊളിറ്റിക്സ് പറയാൻ പഠിക്കണം. ആ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്. അങ്ങനെ സ്വന്തം കേഡേഴ്സിനെ എങ്ങനെ സ്ട്രെങ്ത് പറ്റിയൊരു കാര്യം തരൂ. അവിടെയും പ്രശാന്ത് പറഞ്ഞ കിട്ടില്ല. കാര്യം ഇവിടെ വയനാട് കണ്ടൊരു കാര്യമുണ്ട്. ആ കേഡറിൻ്റെ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷനൊക്കെ വളരെ പരിതാപകര സ്ഥിതിയിലാണ്. ഞാനൊരു സിദ്ധാന്തം പറയല്ല. ഈ നിലയിൽ ഒരു പ്രക്രിയയിലൂടെയാണ് കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ ഈ പ്രവർത്തനം മുഴുവൻ കടന്നുപോയത്. അവരെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ ആ ഒരു നിലവാരമൊക്കെ വളരെ പരിതാപകരത്തിൽ മാറിക്കഴിഞ്ഞിരുന്നു. ഇതൊന്നും ചർച്ച ചെയ്യാനോ ഇതിനെ വികസിപ്പിക്കാനോ സാധിക്കാത്ത വിധത്തിൽ, ഒരു മൊബിലൈസേഷൻ സാധ്യമില്ലാത്ത വിധത്തിൽ ആയിക്കഴിഞ്ഞിരുന്ന ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇതുപോലെ വർഗീയ ഒരു കാലത്തും CPM പ്രതീക്ഷിക്കാത്ത വർഗീയ സ്ലോഗനുകളല്ലേ വരുന്നത്. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നേതൃത്വത്തിൻ്റെ ചില കമൻറ്റുകളും വരിക. അതിനെ തിരുത്താനോട്ട് തയ്യാറാവുന്നില്ല. അപ്പോൾ ഈ പെട്ടെന്നുള്ള നീജർക്ക് എന്ന് വിളിക്കാവുന്ന രീതിയിൽ ചില റിയാക്ഷൻസ് കൊണ്ടും അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് പെട്ടെന്നുള്ള ചില ഗെയിനുകൾക്ക് വേണ്ട പൊളിറ്റിക്സും തിരിച്ചടിക്കാൻ പോകുന്നു മാത്രമേ അത് CPM തിരിച്ചടിക്കും, കേരള സൊസൈറ്റിക്ക് വലിയ ബാധ്യതയായി മാറും. ഈ തെരഞ്ഞെടുപ്പ് ഫലം അതിൻ്റെ അരിത്തമെറ്റിക് ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ നടത്തുന്ന ഒരു ക്യാമ്പയിൻ, ഈ സമുദായങ്ങളെ കേന്ദ്രീകരിച്ചും ഒക്കെ നടത്തുന്ന ഒരു ക്യാമ്പയിൻ കേരളീയ സമൂഹത്തിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നുള്ളതാണ് ഒരു പ്രശ്നം. അത് ഒരു പ്രശ്നം CPMൻ്റെ മുന്നിലുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുക എന്നുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിൽ ഒരു കവിതയുണ്ട്, ദ ബെസ്റ്റ് ലാക്ക് ഓൾ കൺവിക്ഷൻ വൈൽ ദ വേസ്റ്റ് ഈസ് പാഷനേറ്റ് ഇൻറ്റൻസിറ്റി എന്നത്. എല്ലാവരും രാഷ്ട്രീയം തങ്ങൾക്കെതിരെ അതിഭീകരമായിട്ട് ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ നടത്തുന്നു. അതിന് രാഷ്ട്രീയം പറഞ്ഞു നേടാൻ പറ്റുന്നില്ല. അത് എന്ത് രാഷ്ട്രീയം പറയും? വർഗസമര രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഈ ഒരു കമ്മ്യൂണൽ രാഷ്ട്രീയത്തെ നേടാൻ പറ്റില്ല. അത് പറ്റില്ല എന്ന് മാത്രമല്ല അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ പാർട്ടി നേതൃത്വത്തിലില്ല.
അങ്ങനെ വിശകലനം ചെയ്തുകൊണ്ട് തങ്ങൾക്കെതിരെ വരുന്നത് വലിയ രീതിയിലുള്ള ഒരു വർഗീയതയാണ് എന്ന് അവർ വിചാരിക്കുകയും അതിനെ എങ്ങനെ നേരിടണം, അതിനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ എങ്ങനെ നേരിടണം. 2010 നിന്ന് 2025 മാറ്റമുണ്ട്. ആ മാറ്റം കേരള സൊസൈറ്റിയിലുണ്ടായ മാറ്റമാണ്. അന്ന് നിങ്ങൾക്ക് രാഷ്ട്രീയം പറഞ്ഞിട്ട് നിലനിൽക്കാൻ പറ്റും. അന്ന് നിങ്ങൾക്ക് ഈ ഒരു കേരളത്തിൽ നവോത്ഥാന പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ പറയാം. ഇന്നത് പറയാനുള്ള സ്കോപ്പില്ല. കാരണം 2-3 വർഷം മുമ്പ് വരെ നവോത്ഥാന പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അതെ, അത് പറഞ്ഞത് തിരിച്ചു നടക്കുകയും ചെയ്തു. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ കാര്യം എൻ്റെ ഒരു തോന്നൽ എന്താ പറയുക, ഞാൻ ഇപ്പോൾ നമ്മുടെ ഈ 2020-21 തെരഞ്ഞെടുപ്പ് 2021 തെരഞ്ഞെടുപ്പ് സമയത്ത് കോവിഡാണ് ഒരു പ്രധാന ഫാക്ടറാണെങ്കിലും അന്നൊരു ലെഫ്റ്റ് സ്വഭാവം ഗവൺമെൻറ് കാണിച്ചിരുന്നു. എന്ത് നമ്മളെ വരെ വിമർശിക്കുമ്പോൾ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി കിച്ചൺ, ഈ മൊത്തം പൊളിറ്റിക്സിൻ്റെ ഒരു വെൽഫെയർ എന്ന് പറയുന്ന ആ സമയത്ത് ഔദാര്യം ഇല്ലാതായി മാറി. അത് ഒരു വലിയൊരു പൊളിറ്റിസേഷൻ നടന്നിട്ടുണ്ട്. കാര്യം ഇങ്ങനെ ചില പ്രോജക്റ്റ് വരിക, ഒരു എന്താ പറയുക, കമ്മ്യൂണിറ്റി ഫീലിംഗ് കൊണ്ടുവരാൻ പറ്റുക. അങ്ങനെ ആ സമയത്തുള്ള ഓരോ കാര്യങ്ങളും അതിന് ഗുണം ചെയ്തു. അപ്പുറത്ത് UDF ശക്തമായ സമരം നടത്തുന്നുണ്ട് പല കാര്യങ്ങൾക്കും. അന്ന് ഈ അനധികൃത നിയമനം, വഴിവിട്ട നിയമനം, അതുപോലെ നമ്മുടെ വലിയ സീരിയസ് ആയിട്ടുള്ള ഡാറ്റ മോഷണം പറയുന്ന വിഷയം നടക്കുമ്പോഴും ഈ ഒരു ലെഫ്റ്റിന് പബ്ലിക് ആക്ഷൻ എന്ന സാധനം അത് വിജയിച്ചിട്ടുണ്ടത്. അപ്പോൾ കോവിഡിന് കിറ്റ് കൊടുത്തന്നെ പബ്ലിക് ആക്ഷനിലേക്ക് കടക്കുകയാണ്. പക്ഷേ ആ പബ്ലിക് ആക്ഷന് കടക്കാൻ പറ്റാത്തതിന് കാരണം ഈ നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ച വളരെയാണ് നേതൃത്വത്തിൻ്റെ രാഷ്ട്രീയ അഭാവമുണ്ട്. സെൻട്രൽ ലീഡർഷിപ്പ് ഈ കാര്യം സെൻട്രൽ ലീഡർഷിപ്പ് വളരെ വ്യത്യസ്തം എനിക്ക് അഭിപ്രായം. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സെൻട്രൽ ലീഡർഷിപ്പ് കാണുന്നത് സ്റ്റേറ്റ് ലീഡർഷിപ്പ് വളരെ വ്യത്യസ്തമാണ്. ഈ കമ്മ്യൂണൽ ഇഷ്യൂസ് സെൻട്രൽ ലീഡർഷിപ്പ് കുറച്ചും കൂടി അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാണ്. സ്റ്റേറ്റ് ലീഡർഷിപ്പിന് അങ്ങനെ ഒരു കാഴ്ച, പ്രത്യേകിച്ച് നമ്മുടെ നിലവിലെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് പരിപൂർണ്ണമായിട്ട് അങ്ങനെയല്ല കാണുന്നത്. അവരെ വളരെ ചെറിയ അജണ്ടയും ചെറിയ മോട്ടിവേഷൻസൊക്കെയാണ്. അവർക്ക് അങ്ങനെ ഒരു പൊളിറ്റിക്സിൻ്റെ അഭാവം നേരത്തെ പ്രശാന്ത് പറഞ്ഞ ശരി. അങ്ങനെ ആ നേതൃത്വപരമായിട്ടുള്ളൊരു എന്താണ് ആ ലാക്ക് അതിൻ്റെ അകത്തുണ്ട്. വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം. കേന്ദ്ര നേതൃത്വത്തിന് കേരളത്തിലെ അധികാരം തിരിച്ചു കൊണ്ടുവരാനുള്ള ബാധ്യതയൊന്നുമില്ലല്ലോ. ഇവിടെ നേതൃത്വത്തിലുള്ള പ്രശ്നം അതാണ്. എങ്ങനെയാണ് ഈ അവസാനത്തെ തരിയാണ് ഇന്ത്യയിലുള്ള ആ ഒരു ഗവൺമെൻറ്റിനെ എങ്ങനെ പ്രിസർവ് ചെയ്യും, അതിന് പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയൊരു ദുരന്തമാണത്. അതായത് മറ്റേയാൾ വർഗീയത പറയുമ്പോൾ നമ്മൾക്ക് അതിനെ രാഷ്ട്രീയമായിട്ട് നേരിടാൻ പറ്റുന്നില്ല. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ അവർ ഈ പറഞ്ഞ വികസനവും സാമൂഹ്യക്ഷേമവുമാണ് അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ കേരളത്തിൻ്റെ സാമൂഹ്യക്ഷേമത്തിൻ്റെ നേട്ടങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. പിന്നെ വികസനത്തിൽ അവർക്കൊരു വലിയ പദ്ധതിയായിട്ട് മുന്നോട്ട് വെച്ചിരുന്നത് സിൽവർ ലൈൻ ആയിരുന്നു. അത് ബ്ലോക്ക് ആയതോടുകൂടി ഈ വികസന അജണ്ടയ്ക്ക് ഒരു തിരിച്ചടി നേരിട്ടുണ്ട്. വികസന അജണ്ടയ്ക്ക് പറ്റിയ തിരിച്ചടി അല്ല അത്. കാരണം വികസനം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഗവൺമെൻറ് അത്ര മോശം ഗവൺമെൻറ് അല്ല. പക്ഷേ ഏറ്റവും വലിയ തിരിച്ചടി തരുന്നത് ഈ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. ഒരു ഭരണപരമായിട്ട് അത്ര മോശമായിട്ട് അവർ ചെയ്യുന്നത്. പക്ഷേ രാഷ്ട്രീയം എന്താണ്, എങ്ങനെയാണ് ഈ വർഗീയവൽക്കരിക്കപ്പെട്ട ഒരു സൊസൈറ്റിയിൽ നമ്മുടെ രാഷ്ട്രീയം പറയുക എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് വോട്ട് നഷ്ടപ്പെടും. ആ വോട്ട് നഷ്ടപ്പെടുന്നതിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പ്രത്യേകിച്ച് ഇവരുടെ വോട്ട് ബേസായ ഇഴവ കമ്മ്യൂണിറ്റി, ദലിത് കമ്മ്യൂണിറ്റികൾ, അതാണ് അവരുടെ വോട്ട് ബേസ്, പ്രധാനപ്പെട്ട വോട്ട് ബേസ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയം, BJP ഉണ്ടാക്കിയ നേട്ടം, ഇതൊക്കെ അവരുടെ വോട്ട് ബേസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് ഈ ഒരു അജണ്ടയിലേക്ക് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, കഴിഞ്ഞ ലോക്സഭ കഴിഞ്ഞ വർഷം തന്നെ വെള്ളാപ്പള്ളിയാണ് കേരളത്തിൽ ആദ്യം പറഞ്ഞത് ഇഴവ വോട്ട് പോയി എന്നുള്ളതും മുസ്ലിം വോട്ടിന് മുസ്ലിം പ്രീണനമാണ് തുടങ്ങിയുള്ള സ്ഥിരം പാറ്റേണിലെ വർഗീയത ഇവിടെ BJPക്കാർ കൂടുതൽ പ്രചരിച്ച ആ ട്രാപ്പിൽ പോയി CPM വീഴേണ്ട ആവശ്യമുണ്ടെന്ന ചോദ്യം. ഈ സാമുദായ നേതാക്കളെ പ്രീണിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ എപ്പോഴാണ് ഈ ഇടതുപക്ഷം അതിൻ്റെ അസ്തിത്വം നിലനിർത്തിയിട്ടുള്ളത്? ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് സംശയമാകില്ല. കാര്യം ഒരു കാരണവശാലും നമ്മൾ ഈ സമുദായ നേതാക്കൾ കണ്ടാൽ വോട്ട് ചെയ്യുന്ന ആൾക്കാർ നല്ല സമുദായ അംഗങ്ങൾ, അവർ സമുദായ അംഗങ്ങളൊക്കെ ആയിരിക്കും. സാമുദായികമായിട്ടുള്ള പല കാര്യങ്ങളും ഏർപ്പെടുന്നുണ്ടാവാം. പക്ഷേ സമുദായ നേതാവ് പറഞ്ഞതനുസരിച്ച് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അവർ വോട്ട് ആകാതനുസരിച്ച് അവർ രാഷ്ട്രീയമായി തന്നെ വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കാര്യം മനസ്സിലാക്കുന്നതാണ്. പിന്നെ ഈ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട് ശരിയാണ്, ഞാൻ പ്രശാന്തോട് ചോദിച്ചു. പക്ഷേ ഭരണനിർവഹണം എന്ന് പറയുന്ന സമയത്ത് ഈ ഭരണനിർവഹണം തങ്ങൾക്ക് മാൻഡേറ്റ് കിട്ടി, തങ്ങൾക്കെല്ലാം ഈ ഭരണനിർവഹണം ഗവർണൻസ് എന്ന് പറയുമ്പോൾ ആ സ്റ്റൈലുണ്ടല്ലോ, അതൊരു ഡെമോക്രാറ്റിക് സ്റ്റൈലിലല്ല പ്രവർത്തിക്കുന്നത്. ഒരു ആധിപത്യത്തിൻ്റെ തങ്ങൾക്കെല്ലാം എല്ലാത്തിനെയും വളരെ നിഷേധാത്മകമായി അല്ലെങ്കിൽ വളരെ എന്താ പറയുക, അതോ ഒരു ആർബിട്രറി രീതിയിൽ കാര്യങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറയാൻ അത്ര നമ്മുടെ കേരളം പോലും സൊസൈറ്റി സ്വീകരിക്കില്ല.
അത് സി പി എമ്മിന് ഇപ്പോൾ അത് സി പി എമ്മിന് പുതിയ പ്രശ്നമല്ല. കാരണം അത് കേരള പോലീസ് സൊസൈറ്റി ആ കേരള സൊസൈറ്റി മാറിയല്ലോ. കേരള സൊസൈറ്റി അത് സ്വീകരിക്കാൻ തയ്യാറല്ല. ഇവരുടെ നല്ല കാര്യങ്ങൾ പോലും തിരിച്ചറിയപ്പെടാതെ പോകുന്ന സ്ഥിതി ഉണ്ടാവും. ഇവരുടെ വികസന അജണ്ട പ്രചരിപ്പിക്കാൻ മുഖ്യമന്ത്രി നടത്തിയ യാത്ര അങ്ങേയറ്റം അതിക്രമത്തിലാണ്. ഞാൻ ഇത് നമ്മുടെ ഈ കോവിഡ് കാലത്തിന് നമ്മൾ പറയുന്ന സമയത്ത് ആ കാലം വളരെ മൈക്രോസോഫ്റ്റ് നോക്കിയാൽ പെരുമാറ്റങ്ങളിലും ജനബന്ധങ്ങളിലൊക്കെ വലിയ മാറ്റം സി പി എം വരുത്തിയ കാലമാണ്. അത് ആ കാലം ആവശ്യപ്പെട്ടിരുന്നു. നമ്മൾ കാണുന്ന പബ്ലിക്കേഷൻ ഈ അസർട്ടീവ് രീതി ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു 3 മാസത്തെ ആ ഒരു 6-7 മാസം വേറൊരു സമീപനം നമ്മൾ കണ്ടു. അത് പിന്നീട് നമ്മൾ പബ്ലിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞാലും വേറൊരു സമീപനമാണ് കേരളത്തിൽ കണ്ടത്. അതിപ്പോൾ എവിടെയും കാണുന്നുണ്ടോ? വളരെ ആധികാരിക എല്ലാത്തെക്കുറിച്ചും രക്ഷാപ്രവർത്തനം ആൾക്കാർ ഉൾക്കൊള്ളാൻ സ്ഥിതിയായിരിക്കും. അതുപോലെ കേരളത്തിൽ കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനിൽ ആ പോലീസ് അത് നടപടി ആവശ്യപ്പെടുന്ന കാര്യം അത് ഒരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെ അകത്തുള്ള വിശാലമായ കോൺസ്റ്റിറ്റ്യുവൻസിയുണ്ട്. ഇടതുപക്ഷം പാർട്ടി പ്രവർത്തനം മാത്രമല്ല, അതിലെല്ലാം വലിയൊരു കോൺസ്റ്റിറ്റ്യൻസി. അവരെല്ലാം ആ മനുഷ്യാവകാശ സംസ്ഥയിൽ വളരെ സങ്കടപ്പെടുന്നുണ്ട്, ആശങ്കപ്പെടുന്നുണ്ട്. അത് നടപടിയെടുക്കാൻ തയ്യാറല്ല. അതിനെ പോലീസ് മനോവീര്യം കെടുത്തു തുടങ്ങിയുള്ള കേരള സംബന്ധിച്ച് ആപൽക്കരമായ വിധത്തിൽ ഒരു കാര്യം പറയാം. ഈ പി വെന്നർ ഉന്നയിച്ച കാര്യങ്ങളിലും ഈ മലപ്പുറത്ത് പോലീസുമായി ബന്ധപ്പെട്ട് കുറേ വിമർശനം ഉന്നയിച്ചിരുന്നു. അത് നിസ്സാരമായ കാര്യമല്ല. അതിൻ്റെ ഇമ്പാക്റ്റ് ഇലക്ഷനിൽ കണ്ടു. വെള്ളാപ്പള്ളി മാത്രമല്ല, ഈ പോലീസുമായി ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങളുണ്ട്. കാര്യം നമുക്കറിയാലോ, ഒരു ഡ്രഗായി ബന്ധപ്പെട്ട കൊണ്ടുപോലും കസ്റ്റഡിയിൽ മരണം ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ വലിയ പ്രശ്നങ്ങൾ സമൂഹത്തിൽ നിൽക്കുന്നത്. നമ്മൾ താഴെത്തട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുക. അതൊക്കെ ആൾക്കാർക്ക് എപ്പോഴാണ് അവസരം വരിക? ഇലക്ഷനിലാണ് ഇത് പ്രകടിപ്പിക്കാൻ അവസരം. അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നത്. പിന്നെ സമരങ്ങളോടുള്ള സമീപനം, ഗവൺമെൻറ് സ്വീകരിച്ച സമീപനവും പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ട്. അതെ, അത് ഭരണത്തിലിരിക്കുമ്പോഴല്ലേ. അപ്പോൾ ഇതൊരു ഒരു ഇൻടോളറൻസ് ഉണ്ട്. അത് അതിഭീകരമായിട്ടുള്ള ഇൻടോളറൻസ്. അത് പറയുമ്പോൾ ജനങ്ങൾക്ക് സഹിക്കാൻ അതെ അത് 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 മുകളിൽ തൊട്ട് താഴോട്ട് വരെയുള്ള ഇതിൽ കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ വിമർശിക്കുമ്പോൾ വിമർശനങ്ങളോടുള്ള ഒരു പ്രതികരണം, വിമർശനങ്ങൾ തിരുത്താനുള്ള പ്രേരണയാകുന്നില്ല. അത് അപ്പോൾ വർഗശത്രുവായി മുദ്രകുത്തപ്പെടുന്ന ഇത് കുറേ കാലമായിട്ടുള്ള സമീപനമാണ് എങ്കിലും അത് പെട്ടെന്നൊന്നും തിരുത്തപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ ഈ അടുത്ത തിരഞ്ഞെടുപ്പിൽ CPM എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ്. അത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. അത് കേരള സമൂഹത്തിലുണ്ടാകുന്ന വലിയ വിടവുകൾ വലിയ രീതിയിൽ അത് ബാധിക്കും. തൽക്കാലം ചിലപ്പോൾ CPMൻ്റെ തന്ത്രം വിജയിച്ചേക്കാം. അതായത് 2-3 സീറ്റുകൾ BJPക്ക് കിട്ടുന്നു. അതിന് മറുപടിയായിട്ട് അവർ ഈ ഭരണം തുടരട്ടെ എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് പോയേക്കാം. അത് എനിക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. അങ്ങനെ ചില സംഭവിച്ചാലും അതുണ്ടാക്കാവുന്ന ദൂരവ്യാപകമായ ഫലങ്ങൾ, കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗവൺമെൻറ്റിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ CPMൻ്റെ BJP RSS വിരോധം അതിന് എന്ത് വിലയും കൊടുക്കാം. ഞാൻ പ്രശാന്തനോട് വളരെ സീനിയർ ജേർണലിസ്റ്റാണ് പ്രശാന്ത്. പക്ഷേ ഇത് എത്രയോ കാലമായിട്ട് തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കുന്നു. 2011 അന്നത്തെ പാർട്ടിക്ക് ആ ഗവൺമെൻറ് സംരക്ഷിക്കാൻ വലിയ ബാധ്യത ഉണ്ടായിരുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നത്തെ പാർട്ടിക്ക് സംരക്ഷിക്കാൻ ബാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടി ഒരുപക്ഷെ ഈ രാജ്യം തിരിച്ചു വന്നാലും പിന്നീട് വലിയ നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ഇപ്പോൾ സംരക്ഷിക്കപ്പെടേണ്ട എന്ന ബാധ്യതയുള്ള ഒരു ലീഡർഷിപ്പ് അതിൻ്റെ അകത്ത് ഉണ്ടാവണമല്ലോ. ഇതിലൊരു ഒരു ക്രൈസിസ് ഉണ്ട്. അതായത് അധികാരം പോയാലും പോയില്ലെങ്കിലും പാർട്ടി നേരിടുന്ന ഒരു ക്രൈസിസ്. അതെ, അതെങ്ങനെയാണെന്നുള്ളതാണ്. ഈ അധികാരം പോവുക എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യയിലെ മൊത്തം അവസ്ഥ നോക്കാം. നേരത്തെ അധികാരം പോയ പ്രശ്നമല്ലായിരുന്നു. അതെ, ഇന്നിപ്പോൾ അധികാരം പോയ അതൊരു റിയൽ ഇഷ്യൂ ആണ്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പം ബംഗാളിലില്ല, ത്രിപുരയിലില്ല, എവിടെയും ഇല്ല. പക്ഷെ കേരളത്തിൽ അധികാരത്തിൽ നിലനിർത്തണം എന്നുള്ളത് ഒരു പാർട്ടി പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നേതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അതിന് കൊടുക്കുന്ന വില എന്താണ് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഒരു ത്രാസിൽ തൂക്കി നോക്കുകയാണ് നിങ്ങൾ. ഭരണം നിലനിർത്തണോ അല്ലെങ്കിൽ വർഗീയത. ഇപ്പോൾ ഭരണം എങ്ങനെയും ഭരണം നിലനിർത്തിയേ പറ്റൂ. ഭരണം നിലനിർത്തി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് സ്റ്റേബിളായിട്ട് നമുക്ക് വർഗീയത നേരിടാം എന്നാണ്. പക്ഷേ പിന്നെ നേരിടേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മളതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു വെച്ച കാര്യങ്ങളിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വന്നാൽ, ഇപ്പോൾ ഈ UDF നേടിയ ഒരു വലിയ വിജയം ഏതെങ്കിലും തരത്തിൽ മുന്നണി ബന്ധങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ നടക്കുന്നൊരു ചർച്ച. കേരള കോൺഗ്രസ് എമ്മിനെ UDFലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. RJD ഏതാണ്ട് വരാനുള്ള സാധ്യതകൾ പലപ്പോഴും കുറച്ചു കാലമായി പറയുന്നത്. CPI വിളിച്ചിട്ടുണ്ട്. CPI അതെ, അത്തരം സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടോ?
അത് ഇമ്മീഡിയറ്റ്ലി ഇല്ല. അപ്പോൾ ഇന്ന് ജോസ് കെ മാണി തന്നെ പറഞ്ഞിട്ടുണ്ട്. പറയുകയും പി എ ജോസഫ് അപ്പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അത്ര വിശ്വസിക്കണ്ട, അതൊക്കെ എപ്പോഴും അതെ അതെ, അത് ഇപ്പോഴത്തെ അത് പ്രശ്നം. ഇമ്മീഡിയറ്റ് ആൾക്കാരുണ്ടാവില്ല. അതെ, അത് വേറെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമേ ഒരു ചർച്ചയിലേക്ക് എത്താനും കഴിയൂ. അല്ല, വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ജോസ് കെ മാണി ഇപ്പോഴത്തെ അവസ്ഥയിൽ യു ഡി എഫിലേക്ക് പോയി കഴിഞ്ഞാൽ നഷ്ടമാണ്. കാരണം അവർ ഒരു ആസ് എ ലൂസർ അങ്ങോട്ട് പോകുന്നത് അങ്ങനെയാണ്. അതെ, നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ വേറൊരു സ്ഥലത്തേക്ക് ഇല്ലെങ്കിലും നഷ്ടമാകില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അവിടെ പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന സ്വീകാര്യം എങ്ങനെയായിരിക്കും? എൽ ഡി എഫിൽ എന്ത് പറഞ്ഞാലും വലിയ പരിഗണനയാണ് ജോസ് കെ മാണിക്ക് കൊടുത്തത്, സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അത് അവർ തന്നെ അക്നോളജ് ചെയ്യുന്നുണ്ട്. വളരെ റോയൽ ട്രീറ്റ്മെൻറ്റാണ് കിട്ടിയത്. അത് യു ഡി എഫ് പോയി കിട്ടണമെന്നില്ല. കാരണം ഒരുപാട് കക്ഷികളുണ്ട് അവിടെ. ഈ ക്രിസ്ത്യൻ വോട്ടിന് വേണ്ടി ഉള്ള വേറെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ അവിടെ ചെന്നിട്ട് ശരിക്കും ജോസ് കെ മാണി അവിടെ പോയി കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുക എന്നുള്ളത് വളരെ വളരെ ഒരു പ്രിഡിക്റ്റബിളായിട്ടുള്ളൊരു കാര്യമാണത്. ഇപ്പം ജോസ് കെ മാണിയും വേറെ ആരും വരാതെ തന്നെയാണ് ഈ ഒരു നേട്ടം യു ഡി എഫ് ഉണ്ടാക്കിയത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ഇതിനെങ്ങനെ മറികടക്കുന്നത്? ഈ മുസ്ലിം കൺസോളിഡേഷൻ മാത്രമായിട്ട് പക്ഷെ നോക്കിക്കഴിയുമ്പോൾ അതിൽ കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ പോലുള്ള ജില്ലകളിൽ ക്രിസ്ത്യൻ വോട്ടുകളും യു ഡി എഫിന് അനുകൂലമായി shift ചെയ്തിരുന്നു ഇത്തവണ. വന്നിട്ടുണ്ടാവണം. തൃശ്ശൂർ വളരെ വ്യക്തം. വളരെ വ്യക്തമായി ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ പോലും ഷിഫ്റ്റ് ചെയ്തു. ബി ജെ പി പലതരത്തിലും അവരെ ക്രിസ്ത്യൻ ഇപ്പോൾ സഭയായിട്ട് തൃശ്ശൂർ ഇപ്പോൾ റോമൻ കത്തോലിക്ക സഭയൊക്കെ ആയിട്ട് വളരെ ആഴത്തിൽ ബന്ധം ശ്രമിച്ചിട്ടുണ്ട്, ബിഷപ്പ്മാരെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ക്രിസ്മസിന് കേക്ക് കൊണ്ടുകൊടുക്കുക മാത്രമല്ല പലതരത്തിലും എന്നിട്ടും ക്രിസ്ത്യൻ വോട്ട് അങ്ങനെ പോകണമെന്നില്ല. അപ്പോൾ നമ്മൾ കേരളത്തിൽ നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എന്ത് സഭാ നേതൃത്വമായാലും സമുദായ നേതൃത്വം പറഞ്ഞാലും കേരളത്തിൽ ഒരു രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ കാര്യം മനസ്സിലാക്കി. അപ്പോൾ ആ ഗവൺമെൻറ്റിനോടുള്ള സമീപനത്തിൽ ഈ ഇൻടോളറൻസിനോടുള്ള വലിയൊരു പ്രതിഷേധം കേരളത്തിനകത്തുണ്ട്. വികസനം നടന്നിട്ടില്ല എന്നും ആരും പറയില്ല. പക്ഷേ ഇൻടോളറൻസിനോടുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തൃശ്ശൂരിലൊക്കെ അതിൻ്റെ പ്രതിഫലനം കാണാൻ പറ്റും. തൃശ്ശൂർ ഡോമിനേറ്റ് ചെയ്താണ് LDF 2 തവണയായിട്ട്. എന്നിട്ട് നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് അങ്ങനെയാണ്. പിന്നെ സുരേഷ് ഗോപിക്കെതിരെയുള്ള ഒരു തിരിച്ചടി. ഈ കമ്മ്യൂണൽ പോളറൈസേഷൻ്റെ ഒരു പൊളിറ്റിക്സ് കേരളത്തിൽ സജീവമായിരിക്കുമ്പോഴും അതിനെ മറികടക്കുന്ന തരത്തിലുള്ള ഒരു തരം സെക്യുലർ ഫാബ്രിക് കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണോ ഈ ഫലം ചൂണ്ടിക്കാണിക്കുന്നത്? എന്ന് നമുക്ക് ആശിക്കാം എന്ന് എനിക്കൊരു തോന്നലുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ പല സ്ഥലങ്ങളും തൃശ്ശൂർ എന്ന് വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. അവിടെ സുരേഷ് ഗോപി ജയിച്ചു. BJPക്ക് അത്യാവശ്യം സ്വാധീനമുണ്ട്, അത്യാവശ്യം നല്ല സ്വാധീനമുണ്ട്. സംഘപരിവാർ സംഘടനകൾ വളരെ ആക്റ്റീവാണ്. പക്ഷേ എന്തുകൊണ്ട് അവിടുത്തെ ഈ കോൺഗ്രസ് BJPക്ക് പോയ വോട്ടുകൾ കോൺഗ്രസ് തിരിച്ചു വന്നതാണ്. നമുക്ക് വ്യക്തിപരമായിട്ട് തന്നെ പലതും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. BJPക്ക് പലപ്പോഴും BJP തൊട്ടുമുമ്പ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത വോട്ട് തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ആ വോട്ട് ഒരിക്കലും ഒരു ഹിന്ദുത്വ ഐഡിയോളജിക്കൽ വോട്ടല്ല. മോഡി പ്രഭാവത്തിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു, സുരേഷ് ഗോപിയുടെ ചില കാര്യം വിശ്വസിച്ചിരുന്നവരായിരുന്നു, കരുവന്നൂർ ബാധിച്ചിരുന്നു. പക്ഷേ ഇന്ന് അവർ ഓൾട്ടർനേറ്റീവ് സ്വീകരിക്കുന്ന UDF-ലാണ്. അപ്പോൾ അങ്ങനെ ഒരു സെക്കുലറിസത്തിൻ്റെ അടിസ്ഥാനം. പിന്നെ തൃശ്ശൂർ BJPയുടെ ഒരു കാൻഡിഡേറ്റ് മുസ്ലിം കാൻഡിഡേറ്റ് എല്ലാവർക്കും അറിയാമല്ലോ. മുസ്ലിം കാൻഡിഡേറ്റ് മത്സരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത്. അപ്പോൾ കേരളത്തിൽ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു തരത്തിലൊരു പോളറൈസേഷൻ വലിയ തോതിൽ. പക്ഷേ CPM-ൻ്റെ ക്യാമ്പയിൻ അപകടകരമായ വിധത്തിൽ പോളറൈസേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അത് ഇസ്ലാമോഫോബിക് എന്ന് അത് പറയാൻ മടിക്കേണ്ട ആവശ്യമുള്ളൂ. ഇസ്ലാമോഫോബിക് ആയിട്ടുള്ളൊരു രാഷ്ട്രീയ ഉള്ളടക്കത്തെ പ്രചരിപ്പിക്കാൻ BJP-യേക്കാൾ കൂടുതൽ സഹായിക്കുന്ന CPM-ൻ്റെ പല ക്യാമ്പയിനാണ്. അതിൽ CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യായീകരണങ്ങളും തെറ്റായ സന്ദേശം സമൂഹത്തിൽ കൂടെ പറയാതിരിക്കുന്നതിൽ ഒരു കാര്യമില്ലാത്ത കാര്യം. ഇത് പറയുമ്പോൾ ഇൻടോളറൻസോട് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഇൻടോളറൻസ് പ്രശ്നക്കാരും വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. വലിയ തോതിൽ കാര്യം ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ച കാര്യം, ഈ മലപ്പുറത്തെ റിസൾട്ട് പ്രചരിപ്പിക്കുന്ന ആരാണ്? ഒരു BJP-കാരൻ പ്രചരിപ്പിച്ചിരിക്കുകയല്ല, ഉണ്ടായിരിക്കാം. അത് ആശ്രയം ചോദിക്കുന്ന ചോദ്യമാണ്. അത് MP പ്രശാന്ത് മാത്രം കേട്ടല്ല, പല സ്ഥലത്തും ആ ചോദ്യം വരുന്നുണ്ട്. ഇത് ചോദിക്കുന്ന ആരാ? അതൊക്കെ ഒരു ഫീൽ ഉണ്ടാക്കുക, ഒരു സ്ട്രക്ചർ ഓഫ് ഫീലിംഗ് അല്ല അത് ഉണ്ടാക്കുക. അതൊക്കെ എന്തിനാണ് ഈ പണി എടുക്കുന്നത്, ആർക്ക് വേണ്ടി എന്ന ചോദ്യം വളരെ ഗൗരവമായിട്ട് നമ്മളെല്ലാവരും ചോദിക്കേണ്ട ചോദ്യമാണത്. എന്തായാലും ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം അതേപടി ആവർത്തിക്കാൻ സാധ്യതയില്ല എന്നുള്ള നിഗമനത്തിൽ നമുക്ക് എത്താം. എന്ന് പറഞ്ഞാൽ ശക്തമായ മത്സരം, രണ്ട് മുന്നണികൾ തമ്മിലുള്ള ശക്തമായ മത്സരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ അനുമാനിക്കാൻ കഴിയുന്നത്. അതിൽ UDF-ന് താൽക്കാലികമായൊരു മേൽക്കൈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും അതുപോലെ തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെയും ഫലമായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും അവർക്ക് തിരിച്ചു വരാൻ കഴിയുന്ന തരത്തിലുള്ള ശേഷി LDF-ന് ഉണ്ട് എന്ന് തന്നെ നമ്മൾ ഒരു നിഗമനത്തിലെത്തണം. പക്ഷേ BJPക്ക് അത്തരത്തിലുള്ള അവരുടെ ഇതുവരെ അടുത്ത നിയമസഭയിൽ ഉണ്ടാക്കുമെന്ന് അവർ പറഞ്ഞിരുന്ന നേട്ടത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളൊരു സംശയവും നിലനിൽക്കുന്നുണ്ട്. ആ നിലയിൽ നമുക്ക് ഈ സംവാദം അവസാനിപ്പിക്കാം. നന്ദി.